ചപ്പാത്തിക്ക് ഇന്ന് എന്താ കറി എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു മസാല കറി തയ്യാറാക്കി എടുത്താലോ? കോളിഫ്ലവർ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു മസാലയാണിത്. ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല കിടുക്കാറ്റ് ടേസ്റ്റ് ആണിതിന്. അപ്പത്തിനും പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വെൽക്കം ടു ടെസ്റ്റഡ് ആൻഡ് ടേസ്റ്റ്. ആദ്യം നമുക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് 7-8 കശുവണ്ടി പരിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ, കുരുവില്ലാത്ത ഉണക്കമുന്തിരിങ്ങ അല്പം എടുത്ത് കുതിർത്തെടുക്കണം. ഇത് രണ്ടും കൂടി കുതിർത്തെടുത്ത ശേഷം ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് മാറ്റി വെക്കണം. 250 ഗ്രാം അളവിലാണ് കോളിഫ്ലവർ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് അടർത്തിയെടുത്ത് 10 മിനിറ്റ് നേരം ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നിട്ട് ക്ലീൻ ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് പുരട്ടി ഇത് 10 മിനിറ്റ് നേരം മാറ്റി വെക്കണം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു മിക്സർ ജാറിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ചെറിയ 2 കഷ്ണം കറുകപ്പട്ട ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ഗ്രാമ്പുവാണ്. 2 ഗ്രാമ്പുവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും ചേർക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി അല്ലി, വെളുത്തുള്ളി 2-3 ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇത് അരച്ചെടുക്കണം. അല്പം വെള്ളം ചേർത്ത് വേണം നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് മസാലക്കറി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കോളിഫ്ലവർ ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ചേർത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയ ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ എണ്ണയിൽ അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയാണിത്. 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരച്ചെടുത്ത് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മസാല ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ. എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി വെന്തുടഞ്ഞ് കിട്ടേണ്ടതുണ്ട്. ഇങ്ങനെ വെന്ത് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കോളിഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. അല്പം വിനാഗിരി ചേർത്താൽ മതിയാകും. ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് ഇവിടെ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഉപ്പൊക്കെ പാകത്തിന് നോക്കിയ ശേഷം അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ മിക്സ് ചെയ്ത് വെച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കശുവണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിങ്ങയും അരച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കോളിഫ്ലവർ മസാല. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇത്. നല്ലൊരു മസാലക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. നിങ്ങൾക്ക് ഈ മസാലക്കറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്താം. അതുവരെ ബൈ ബൈ.